ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നീളത്തിലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കുന്നൊന്നുമില്ല, നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയുടെയോ മുളക് പൊടിയുടെയോ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഇതേ രീതിയിൽ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ ഇതിലുള്ള ഒരു മുളകിൻ്റെയും ഉപ്പും ഒക്കെ ആ ഒരു ചെമ്മീനിലും കൂടെ പിടിച്ച് കിട്ടുള്ളൂ. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളിതാ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചെമ്മീൻ തോരനാണ്. ഈ ഒരു ചെമ്മീൻ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ തോരൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് വേവിക്കാത്തത് കൊണ്ട് തന്നെ ചെമ്മീനിലുള്ള ഫ്ലേവർ മുഴുവൻ ഇതിലിറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിയിലും തേങ്ങയിലും ഒക്കെ ആ ഒരു ഫ്ലേവർ പിടിച്ച് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്